സ്ഥിരമായിട്ട് ഒ പിയിൽ കേൾക്കുന്ന പരാതിയാണ് ബി പി കുറഞ്ഞു പോയി ഡോക്ടറെ, ബി പി കുറഞ്ഞു പോയി. ശരിക്കും ഇത് പറയുന്നവര് ടീനേജ് പെൺകുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളോ ആയിരിക്കും. പൊതുവെ അവരുടെ ശരീരപ്രകൃതി കുറച്ചൊന്നും മെലിഞ്ഞിട്ടൂടായിരിക്കും. മിക്കവാറും ചെറുപ്പക്കാരായ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കും ഒക്കെ ബി പി നമ്മൾ ബുക്കിൽ പഠിച്ച 120-80 ഒന്നും കിട്ടൂല. മിക്കവാറും ഒരു 110-60 അല്ലെങ്കിൽ 100-60 170 എന്നുള്ള റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും. ആ ബി പി കൊണ്ട് അവർക്ക് നടക്കാനും ഓടാനും ചാടാനും അവരുടെ റുട്ടീൻ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബി പി അവർക്ക് നോർമലാണ്. ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് നാരങ്ങാ വെള്ളം കുടിക്കല്, കഞ്ഞിവെള്ളം കുടിക്കല്, അല്ലെങ്കിൽ ഫുൾ ടൈം റെസ്റ്റ് എടുക്കല്, അല്ലെങ്കിൽ ആശുപത്രികളിൽ പോയി ഡ്രിപ്പ് ഇടല്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു അസംബ്ലിക്കൊക്കെ നിന്ന് പെട്ടെന്ന് ഒരു തലകറക്കം വന്നു, ബി പി ഫോള് വന്നു, ശരിയാണ്, നമ്മൾ വീണു, പെട്ടെന്ന് തന്നെ ഒന്ന് കിടത്തി റെസ്റ്റ് എടുപ്പിച്ചു, ഒന്ന് വെള്ളം എന്തെങ്കിലും കൊടുത്തു, നമ്മൾ എഴുന്നേറ്റിരുന്ന് നമ്മളൊന്ന് ആക്റ്റീവായാൽ നമ്മുടെ ബി പി തിരിച്ച് നോർമലായി ഓക്കെ ആവും. എന്നാൽ ബി പി കുറയുന്നത് അപകടമാണ്. ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്തു, അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് ബി പി കുറഞ്ഞു, വലിയ അപകടമാണ്. പെട്ടെന്ന് തന്നെ അതിന് മറുമരുന്ന് ചെയ്തോണം. ഇല്ല, ഒരു സർജറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിന് ശേഷം ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി, ബി പി കുറയുന്നു, വേഗം ആ ബ്ലീഡിങ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ജീവൻ പോലും അപകടത്തിലാവാം. ഒരു ഡെലിവറി കഴിഞ്ഞു, ബ്ലീഡിങ് ആയി, അങ്ങനെ ബി പി കുറയുന്നു, ഇതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുന്ന ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ബി പി കുറവാണ്. നേരെ മറിച്ച് അല്ലാതെ വെറുതെ നിൽക്കുന്ന ആളുകൾക്ക്, ആക്റ്റീവായി ഓടിച്ചാടി നടക്കുന്ന ആളുകൾക്ക് ബി പിയുടെ നമ്പറിൽ ഒരു ചെറിയ കുറവ് വന്നു എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടാൻ അതിൻ്റെ പുറകെ ഒരുപാട് ഓടി നടക്കുകയോ കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബി പിനെ പ്രശ്നമാക്കണ്ടെന്ന്. ഞാൻ ഈ പറഞ്ഞത് ബി പി കുറവിനെ മാത്രമാണ്. ഈ ഡയലോഗും കേട്ട് ബി പി കൂടിയ ടീംസ് എനിക്ക് 180 110 ഉണ്ടെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചൊന്നും നടക്കരുത്. ശരിക്കും ഈ 180 110 എന്നുള്ള ബി പി ഒക്കെ കുഴപ്പം കാണിക്കുന്നത്, അതായത് തലവേദനയോ ഒരു മരവിപ്പോ ക്ഷീണോ വെപ്രാളോ ഒക്കെ കാണിച്ച് ആശുപത്രി വരുന്നവർ ഭാഗ്യവാന്മാരും ഒരു കുഴപ്പവും ഇല്ല, എനിക്കതുകൊണ്ട് ഒരു ലക്ഷണങ്ങളും ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ നിർഭാഗ്യവാന്മാരും ആയിരിക്കും. കാരണം അവരൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്ന് വീഴുമ്പോഴായിരിക്കും അറിയുക. അതുകൊണ്ട് ബി പി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 140-100 മേലിലൊക്കെ 140-90 മേലിലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണവും കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള മരുന്നും എടുത്തേക്കണം. ഇല്ലെങ്കിൽ പണി പാളും. ഓക്കെ.